കഴിഞ്ഞ ദിവസം എടുത്തത് ഗൂഗിൾ ആഡ്സില് ഡിസ്പ്ലേ ക്യാമ്പയിൻ ആയിരുന്നു. ഇനി അടുത്തൊന്ന് ഷോപ്പിംഗ് ക്യാമ്പയിനാണ്. ഷോപ്പിംഗ് ക്യാമ്പയിൻ നമ്മൾ എടുക്കുന്നതിന് മുമ്പേ അത് എടുക്കണമെങ്കിൽ ആദ്യം ഇ കൊമേഴ്സ് വെബ്സൈറ്റും പ്ലസ് ഗൂഗിൾ മർച്ചന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു സംഭവം സെറ്റ് ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഷോപ്പിംഗ് ആഡ് പറ്റുള്ളൂ. മർച്ചന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗൂഗിളില് നമ്മുടെ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ അതിന് നമ്മുടെ വെബ്സൈറ്റ് ഇ കൊമേഴ്സ് ഏത് ഇ കൊമേഴ്സ് ആണ്, വുകൊമേഴ്സ് അതോ ഷോപ്പിഫൈ ഏതാണെങ്കിലും അതിനായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്റ്റും അതിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ലിസ്റ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഷോപ്പിംഗ് ക്യാമ്പയിൻ നല്ല അടിപൊളിയായിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാന് മർച്ചന്റ് അക്കൗണ്ടിന്റെ സെപ്പറേറ്റ് എന്ത് ചെയ്യാ, നമുക്ക് വേറെ ഒരു ദിവസം എടുക്കാം. ഓക്കെ, ഇന്ന് ഞാൻ എടുക്കുന്നത് വീഡിയോ ആണ്. വീഡിയോ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ആഡ്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, യൂട്യൂബിൽ നമുക്ക് എങ്ങനെ ആഡ്സ് ചെയ്യാന്നുള്ള നമ്മൾ ആ സ്മാർട്ട് ക്യാമ്പയിൻ ചെയ്ത സമയത്ത് അതിന്റെ ഒരു സിമ്പിൾ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും അതിന്റെ അഡ്വാൻസ് ആയ ഒരു വേർഷൻ ആണ്. യൂട്യൂബിൽ നമ്മളെ ആഡ് നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ സെലക്ട് ക്യാമ്പയിൻ സബ് ടൈപ്പ് ഉണ്ട്. സബ് ടൈപ്പ് ഇവിടെ വീഡിയോ വ്യൂ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. എഫിഷ്യന്റ് റീച്ച്, മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് റീച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഗെറ്റ് മോസ്റ്റ് റീച്ച് ഫോർ യുവർ ബഡ്ജറ്റ് യൂസിങ് പമ്പർ, സ്കിപ്പബിൾ, ഇൻ സ്ട്രീം, ഇൻ ഫീഡ്, ഷോർട്സ് ആഡ്. അവിടെ എന്ത് ചെയ്യും, പമ്പറിലും സ്കിപ്പിംഗ് ടൈപ്പ് ആഡ് വരും. അതുപോലെ പമ്പർ ആഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ താഴെ ഭാഗത്ത് കാണിക്കുന്ന ഒരു ആഡാണ് പമ്പർ ആഡ്. അതുപോലെ തന്നെ ഫീഡിൽ ആഡ് കാണിക്കും. ഫീഡ് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ആഡ് രൂപത്തിൽ കാണിക്കും. അതുപോലെ ഷോർട്സിലും ആഡ് കാണിക്കും. എഫിഷ്യന്റ് റീച്ച് എന്ന് പറയുന്നത്. മറ്റൊന്ന് ടാർഗറ്റ് ഫ്രീക്വൻസിയാണ്. നമുക്ക് ടാർഗറ്റ് ചെയ്ത ആളുകളെ ഒരു കറക്റ്റ് പീരിയഡിൽ റിപ്പീറ്റ് ചെയ്ത് ഒരു ഫ്രീക്വൻസി ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്ത ഒരു യൂട്യൂബ് ചാനലോ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നമുക്ക് വീക്കിലി അല്ലെങ്കിൽ ഇത്ര അവർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര ദിവസത്തില് ഒരു ദിവസത്തിൽ ഇത്ര പ്രാവശ്യം എന്ന രീതിയിൽ ഫ്രീക്വൻസി ഗ്യാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അത് സ്കിപ്പബിളുണ്ട്, അതുപോലെ നോൺ സ്കിപ്പബിളും ആഡ് റൺ ചെയ്യും, പമ്പർ ആഡ്സിലും അത് ആഡ് റൺ ചെയ്യും. ഓക്കെ, മറ്റൊന്ന് നോൺ സ്കിപ്പബിൾ ആണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആഡ് ഉണ്ടല്ലോ, നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടാവും. ചില ആഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു 15 സെക്കൻഡ് 14 സെക്കൻഡ് കണ്ടിന്യൂ ആയിട്ട് ആ ആഡ് നമ്മൾ കണ്ടു തീർക്കണം, എന്നാലേ അത് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ വരുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ആഡ് വരും. അപ്പൊ ഈ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആഡ് ചെയ്യുന്ന നോൺ സ്കിപ്പബിൾ റീച്ച് അല്ലെങ്കിൽ നോൺ സ്കിപ്പബിൾ ആഡ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്റെ ഡ്രൈവ് കൺവേർഷൻ, ഗെറ്റ് മോർ കൺവേർഷൻ വിത്ത് വീഡിയോ ആഡ്സ് ഡിസൈൻ ടു എൻകറേജ് വാല്യുബിൾ ഇന്ററാക്ഷൻ വിത്ത് യുവർ ബിസിനസ്. ഡ്രൈവ് കൺവേർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്മുടെ വീഡിയോ ആഡ് കണ്ടിട്ട് ആളുകളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഗോൾ ശരിക്കും കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റീച്ചോ ആളുകളെ കാണിക്കലോ ഇംപ്രസ് ചെയ്യിപ്പിക്കലോ ഒന്നുമല്ല, അവിടെ കൺവേർഷൻ ഫോളോ ചെയ്യുന്നത്, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആഡ് സീക്വൻസ്, ടെൽ യുവർ സ്റ്റോറി ബൈ ഷോയിങ് ആഡ്സ് ഇൻ പാർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വ്യൂവേഴ്സ് വിത്ത് സ്കിപ്പബിൾ സ്ട്രീം, നോൺ സ്കിപ്പബിൾ ഇൻ സ്ട്രീം ആഡ്സ്, ബമ്പർ ആഡ്സ് ഓർ മിക്സ്. ആഡ് സീക്വൻസ് ആയിട്ട് നമുക്ക് ആഡ് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതാണ് സീക്വൻസ് ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊന്ന് തന്നെ ഓഡിയോ ആണ്. ഓഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, യൂട്യൂബ് ഓഡിയോ. അത് നമ്മളെ ഈ വീഡിയോ ആഡ് അല്ല, ഓഡിയോ ആഡ് ആണ്. അതിൽ നമുക്ക് നമ്മൾ ആഡ് റൺ ചെയ്യാം, വോയിസ് ടൈപ്പ് ആയിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യാൻ. യൂട്യൂബ് വിത്ത് ഓഡിയോ ബേസ്ഡ് ആഡ്സ് ആണ്. അപ്പൊ ഇത്രയും ടൈപ്പുകളാണ്. 7 ടൈപ്പാണ് ശരിക്കും യൂട്യൂബിൽ ക്യാമ്പയിൻസ് ഉള്ളത്. 7 ടൈപ്പായി നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോ വ്യൂസ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോ വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുമ്പ് ഇതിന്റെ പേര് ഡിസ്കവറി ആഡ്സ് എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ പേരൊക്കെ മാറ്റിയിട്ട് ഇപ്പോ വീഡിയോ വ്യൂസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം വ്യൂസ് കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ യൂട്യൂബ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു, അത് നമുക്ക് മാക്സിമം റീച്ച് ഒക്കെ കൊടുക്കണം. യൂട്യൂബിലെ വീഡിയോസ് മാക്സിമം റീച്ച് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ വീഡിയോ വ്യൂ ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയ ഓപ്ഷൻ. കണ്ടിന്യൂ എന്ന് കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് നമ്മൾ കൊടുത്തു, ക്യാമ്പയിന്റെ നെയിം
അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം? വീഡിയോ വ്യൂ, ഇവിടെ ക്യാമ്പയിൻ നെയിം കൊടുക്കണം. ഞാനിവിടെ അജ്മി എന്നുള്ള ബ്രാൻഡിനെ കേട്ടോ സെലക്ട് ചെയ്തത്. അജ്മി വീഡിയോ വ്യൂ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? കുട്ടി കളിക്കണ കണ്ടല്ലോ. ഞാൻ കുട്ടിയാക്കായിട്ട് ഫോൺ അപ്പൊ വീഡിയോ വ്യൂ, ഞാൻ അജ്മി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വീഡിയോ ആഡ്സ് ആണ് ചെയ്ത് കാണിച്ചത്. അപ്പൊ ഇവിടുത്തെ രസം എന്ന് വെച്ചാല് നമ്മൾ മുമ്പത്തെ പോലെ അല്ല, ഇവിടെ CPV ആണ്. അത് നമ്മൾ കോസ്റ്റ് പെർ ലിങ്ക് ഉണ്ടായിരുന്നു, അതുപോലെ കോസ്റ്റ് പെർ അക്വിസേഷൻ ഉണ്ടായിരുന്നു, CPA ഉണ്ടായിരുന്നു, CPC ഉണ്ടായിരുന്നു, ക്ലിക്ക് പെർ കോസ്റ്റ്. ഇവിടെ നമുക്ക് വീഡിയോ ആയതുകൊണ്ട് CPV, കോസ്റ്റ് പെർ വ്യൂ എന്നാണ് എന്ത് വരിക, വ്യൂസ് എന്നാണ് വരിക. ഇവിടെ ഒരു ക്ലിക്കിന് ക്ലിക്ക് പെർ വ്യൂ, ഒരു വ്യൂവിന് ക്ലിക്ക് ചെയ്യുന്നതിനാണ് എന്ത് പേയ്മെന്റ് വരുന്നത് കേട്ടോ. നമുക്ക് പിന്നെ ബഡ്ജറ്റ് ആൻഡ് ഡേറ്റ്സ്, ക്യാമ്പയിൻ ടോട്ടൽ നമ്മൾ എത്ര ബഡ്ജറ്റ് ആണ്, ഡെയിലി ബഡ്ജറ്റ് ആണോ അതോ അതുപോലെ തന്നെ ക്യാമ്പയിൻ ടോട്ടൽ ആണോ എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഡെയിലി ബഡ്ജറ്റും ക്യാമ്പയിൻ ടോട്ടൽ നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡ് ഡേറ്റും വെച്ചിട്ട് ആ കംപ്ലീറ്റ് ഡേയ്സിനുള്ള പേയ്മെന്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയും ചെയ്തു. ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു 2000 കൊടുത്തു. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്തു, ഒരു 2 വീക്ക്, 2 വീക്സ് കൊടുത്തു. അടുത്തത് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്ന് യൂട്യൂബിലാണ്, മറ്റൊന്നത് ഗൂഗിളിന്റെ TV. അതായത് ഗൂഗിൾ TV എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. നമ്മളെ ഗൂഗിൾ TV നമ്മളെ നോർമൽ TV ഉണ്ടല്ലോ, അതിന് ഗൂഗിൾ TV വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഓപ്ഷനാണ് ഗൂഗിൾ TV എന്ന് പറയുന്നത്. മറ്റൊന്ന് വരുന്നത് പാർട്ട്നേഴ്സ്, വീഡിയോ പാർട്ട്നേഴ്സ് ഓൺ ദ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക്. അതായത് ഗൂഗിളിന് ഏറ്റവും പാർട്ട്നേഴ്സ് ആയ 3 മില്യൺ പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് ഉണ്ട്. പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ വെബ്സൈറ്റുകൾ ഉണ്ട്. ഈ പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിന്റെ വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിന്, അതിലൂടെ പ്ലേസ് ചെയ്യുന്നതിനാണ് ഈ ഡിസ്പ്ലേ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കണോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ വീഡിയോ ആഡ് കാണാണ്ടാവും. ചില ആപ്ലിക്കേഷനൊക്കെ തുറക്കുന്ന സമയത്ത് വീഡിയോ ആഡ് കാണും, ചില വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ വീഡിയോ ആഡ് കാണും. അപ്പൊ അതിലൂടെ പ്ലേസ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, വേണമെങ്കിൽ ടിക്ക് ഒഴിവാക്കാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ നമ്മൾ നോർമലി സെലക്ട് ചെയ്യുന്ന ഇതേ സംഭവം തന്നെ കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുക, കേരളമാണ് കൊടുക്കുന്നത്. നമ്മൾ അജ്മി ബ്രാൻഡിന്റെ അല്ലേ, അപ്പൊ കേരളയാണ് നമുക്ക് ബെറ്റർ. കേരളത്തിലാണല്ലോ ഫേമസ് ആയിട്ടുള്ളത്. ദെൻ അടുത്തത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് മലയാളം കൊടുക്കാം. യൂട്യൂബ് ഒക്കെ ആവുമ്പോൾ നമുക്ക് മലയാളം, കേരളം ആകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഒന്ന് മലയാളം കൊടുക്കുന്നതാണ്. ദെൻ ഇംഗ്ലീഷും കൊടുക്കാം. അടുത്ത റിലേറ്റഡ് വീഡിയോസ്. റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുന്നത് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ആ ആഡ് പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഈ യൂട്യൂബിൽ വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് വെച്ചാലേ, നിർബന്ധമായിട്ടും നമുക്ക് യൂട്യൂബ് ചാനൽ വേണം. നമ്മളെ യൂട്യൂബിൽ എന്ത് വേണം, നമ്മളെ ആഡ് ഉദ്ദേശിക്കുന്ന വീഡിയോസ്. മനസ്സിലായി? യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് വേണം, എന്നാലേ ആണ് നമുക്കത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാൻ, അജ്മിന്റെ ചാനൽ എടുക്കാം കേട്ടോ. എന്താ ഭയങ്കര സൗണ്ട്? എന്തിന്റെ സൗണ്ടാ? ഫാൻ ഇട്ടോ അതാ. ഹലോ, ക്ലിയർ ആണ് ഇപ്പൊ? ഇപ്പഴുണ്ടോ സൗണ്ട്?
ഹലോ. അല്ല, ആ ആ ബാക്കിന്ന് എന്തൊക്കെ ഒച്ചമുളിയൊക്കെ. ബാക്കുന്നോ? ആ കുട്ടിന്റെ സൗണ്ട് നിങ്ങളെന്നാ അതോ മറ്റാളെയാണോ എന്താ അറിയില്ല. കുട്ടിന്റെ ജലീൽക്കാരൻ ആ ചെയ്യുന്നതാ. ആ കുട്ടിന്റെ സൗണ്ടാ. മൈക്കോ അപ്പൊ ആ ആ അത് പോസ് ചെയ്താൽ മതി, മ്യൂട്ട് അടിച്ചാൽ മതി. ആ ശരിയാ. അപ്പൊ ഞാനിവിടെ കുറച്ച് വീഡിയോസ് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ നമ്മള് ചോ നെക്സ്റ്റ് ഉള്ള റെഫർ ചെയ്യുന്ന വീഡിയോസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ മെയിൻ ആഡ് വീഡിയോ അല്ലാത്ത മറ്റുള്ള കുറച്ച് വീഡിയോസ്. ഒന്ന് ഇത് സൗണ്ട് കട്ടാകുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. ഹലോ ഹലോ, ഓഡിയബിൾ അല്ലേ? ഹലോ. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട്, സൗണ്ട് കട്ടാകുന്നുണ്ട്. കട്ടായി പോണ്ട്. പിന്നെ മൊബൈലിൽ നിന്നാണോ? സൗണ്ട് അങ്ങനെ കട്ടായി പോണ്ട്, കിട് 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 കയറാണ്ട് വരികയാണ്. ഇപ്പൊ ശരിയായോ? ഇപ്പൊ എന്താ അവസ്ഥ? ആ അപ്പൊ ഈ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ പോയി. കാണാൻ പോയോ? ഇപ്പൊ ശരിയാണ്, ഞാൻ ചോദിച്ചത് മാത്രമേ റെഡി ആവുന്നുള്ളൂ. പത്തിന്റെ ഞാൻ ഫോണിന്റെ നെറ്റ്വർക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ഹലോ, ഇപ്പോ ക്ലിയർ ആണോ? ആ ഇപ്പൊ ക്ലിയർ. ആ സൗണ്ട് ഇപ്പൊ ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ക്ലിയർ ആവും. അപ്പൊ ഓക്കെ, അപ്പൊ റിലേറ്റഡ് വീഡിയോസ് പറഞ്ഞാൽ നമ്മുടെ ആഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടാവും. ഇവിടെ ആഡ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഇങ്ങനെ രണ്ട് മൂന്നാല് വീഡിയോസ് എന്ത് ചെയ്യാ നമുക്ക് കൊടുക്കാം. മിനിമം 2 വീഡിയോ എങ്കിലും കൊടുക്കണം. അതിൽ നമുക്ക് ഒരു 4-5-6 വീഡിയോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. മനസ്സിലായോ റിലേറ്റഡ് വീഡിയോ എന്താണെന്ന്? ഹലോ. മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാനിവിടെ റിലേറ്റഡ് വീഡിയോസ് ഇപ്പൊ ഒന്ന് സെലക്ട് അത് ചെയ്തു. നമ്മളന്നെ സെറ്റ് ചെയ്യലാണ് അല്ലേ? നമ്മൾ തന്നെ സെറ്റ് ചെയ്യലാണ്. അപ്പൊ ഒന്ന് ഞാൻ കൊടുത്തു, ഇനി രണ്ടാമത്തെ ഒരു വീഡിയോ. അപ്പൊ ഇതിന് നിർബന്ധമായിട്ടും നമുക്ക് യൂട്യൂബ് ചാനൽ വേണം, അതിൽ നമ്മുടെ വീഡിയോസും വേണം കേട്ടോ. എന്നാലാണ് ഇത് വർക്കൗട്ട് ചെയ്യുള്ളൂ. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട ശേഷമാണ് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കാനുള്ളത്. ഇപ്പൊ 2 വീഡിയോ എടുത്തു, 3 വീഡിയോ. 3 വീഡിയോ എടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും കൊടുക്കാം. 3-4 വീഡിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ 4 റിലേറ്റഡ് വീഡിയോ കൊടുത്തു. ഒരു ആഡ് കാണുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഫുൾ അജ്മിന്റെ വീഡിയോസ് ആക്കാം. അപ്പൊ നമ്മൾ ഏത് കമ്പനിക്കാണോ നമ്മൾ ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ, അപ്പൊ അത് റിലേറ്റ് ചെയ്തുള്ള ഒരു സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 വീഡിയോസ് എന്തായാലും നമുക്ക് കാണിക്കും. ആ വീഡിയോസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട വീഡിയോസ് കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു 4 വീഡിയോ ചെയ്തു, ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു, ഡണ്ണ് കൊടുത്തു. അപ്പൊ റിലേറ്റഡ് വീഡിയോ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൾട്ടി ഫോർമാറ്റ് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി തരുമോ, ടിക്ക് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യൊന്നും വേണ്ട. മൾട്ടി ഫോർമാറ്റ് ആഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ആഡ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, പല ഫോർമാറ്റിലായിട്ട് അവർ തന്നെ എന്ത് ചെയ്തോളും, കാണിച്ചോളും. മാക്സിമം അടിപൊളി കാണിക്കും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് അപ് ടു 40% മോർ വ്യൂസ് ആൾ അലോയിങ് ഗൂഗിൾ ടു ഫൈൻഡ് ദ റൈറ്റ് മിക്സ് ഓഫ് ആഡ് ഫോർമാറ്റ്സ് യുവർ ക്യാമ്പയിൻ. അത് മിക്സ് ചെയ്തിട്ട് പല ഫോർമാറ്റിലും മിക്സ് ചെയ്തിട്ട് യൂട്യൂബിന് എന്ത് ചെയ്യും, നമ്മളെ ആഡ് ഡിസ്പ്ലേ ചെയ്തോളും. അപ്പൊ അത് ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ മതി. നമ്മള് ഡൈനാമിക് ആഡും ഇതൊക്കെ കൊടുത്ത രൂപത്തിൽ തന്നെ, ആഡ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ കൊടുത്ത രൂപത്തിൽ തന്നെ കേട്ടോ. നമ്മൾ ഈ അടുത്തത് സെലക്ട് ചെയ്ത വീഡിയോയിൽ മാത്രമേ കാണുള്ളൂ. കാണുള്ളൂ. ഇത് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ്. ഇനി മെയിൻ വീഡിയോ നമുക്ക് വേറെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ കൊടുക്കും. അടുത്തത് ഇവിടെ ഡിവൈസ് നമുക്ക് ഷോ ഓൾ ഓൺ ആൾ എലിജിബിൾ ഡിവൈസസ്. എല്ലാ സ്പേസിലും കാണും. അതായത് കമ്പ്യൂട്ടറിൽ, മൊബൈൽ, ടാബ്ലറ്റ്, TV സ്ക്രീനിൽ എല്ലായിടത്തും ആഡ് കാണും. അതല്ലെങ്കിൽ സെറ്റ് സ്പെസിഫിക് ടാർഗറ്റിംഗ് ഫോർ ഡിവൈസസ്.
നമുക്ക് എന്ത് ചെയ്യാം, ചില കാറ്റഗറിയിൽ ഇപ്പൊ മൊബൈൽ ഫോണിൽ മാത്രം നമ്മൾ ആഡ് ഓടിയാൽ മതി, അല്ലെങ്കിൽ ടാബിൽ മാത്രം ഓടിയാൽ മതി. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ടി വി സ്ക്രീൻ ഉണ്ട്, ടി വിയിൽ യൂട്യൂബ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടി വി ഗൂഗിൾ ടി വിയിൽ നമുക്ക് ആഡ് ഓടണമെങ്കിൽ അത് മാത്രം കൊടുക്കാം. അപ്പൊ ഏത് ഡിവൈസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അത് നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ട്, ഡിവൈസിന്റെ മോഡൽ ബേസ് ചെയ്തിട്ട് ഒരു കാറ്റഗറി ഓഫ് ഫോൺ മാത്രം സെലക്ട് ചെയ്യുക, ഒരു മോഡൽ ഫോണ്, അല്ലെങ്കിൽ വിൻഡോസിൽ മാത്രം, അല്ലെങ്കിൽ മാക്കിൽ മാത്രം, അതല്ലെങ്കിൽ ജിയോന്റെ നെറ്റ്വർക്കിൽ, അല്ലെങ്കിൽ വഡോഫോണിന്റെ നെറ്റ്വർക്കിൽ എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തും ഡിവൈസ് ബേസ് ചെയ്തും നെറ്റ്വർക്ക് ബേസ് ചെയ്തും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ഷോ ഓൺ ഓൾ എലിജിബിൾ ഡിവൈസ് എന്ന് കൊടുത്തു. അപ്പൊ എല്ലാത്തിലും നമ്മൾ ആഡ് കാണാം. കാരണം നമ്മളത് ഇവിടെ എന്താണ്, അജ്മി എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ്. അവരുടെ ഓഡിയൻസ് ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ ഉണ്ടാവും. കൂടുതലും ടി വിയിലായിരിക്കും. ഇപ്പൊ പഴയ പോലെ അല്ല, ടി വിയിൽ യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ടി വി എന്ന് പറയും. അപ്പൊ അതിലൂടെ ഒരുപാട് ആളുകൾ സീരിയൽസും മറ്റുള്ളതൊക്കെ കാണുന്നതാണ്. അതുപോലെ അപ്പൊ ലേഡീസിനെ സംബന്ധിച്ച് വീട്ടിലൊക്കെ അങ്ങനെ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഓഡിയൻസ് അവിടെയും പ്ലേസ് ചെയ്യും. അതുകൊണ്ട് എല്ലായിടത്തും വേണം. ദെൻ നെക്സ്റ്റ്, ഫ്രീക്വൻസി ഗ്യാപ്പ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി ഗ്യാപ്പ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ രണ്ട് രീതിയിലുണ്ട്. ക്യാപ്പ് ഇംപ്രഷൻ ഫ്രീക്വൻസി ഉണ്ട്, ക്യാപ്പ് വ്യൂ ഫ്രീക്വൻസി ഉണ്ട്. ഇംപ്രഷൻ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞാണ് ആരെങ്കിലും. ഇംപ്രഷനും വ്യൂവും ഓർമ്മ ഉണ്ടാക്കട്ടെ നിങ്ങൾക്ക്. ഹലോ, പോയോ? എത്ര ആള് കാണണ്ട അതാണ് ഇംപ്രഷൻ. എത്ര ആള് കാണേണ്ടത് ആണ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. അങ്ങനല്ല, അതല്ല. ഞാൻ പല പ്രാവശ്യം ഓരോ ക്യാമ്പയിലും പറയണ്ട കേട്ടോ, വ്യൂ ഇംപ്രഷൻ എന്താന്നുള്ളത്. നമ്മളെ പൈസ പോവും അത് മാറിയാല്. വ്യൂ ഇംപ്രഷനും മാറിക്കഴിഞ്ഞാൽ പൈസ പോവും. അൻവർക്കാക്ക് പറയാൻ പറ്റുമോ? എന്താണ് വ്യൂ ആൻഡ് ഇംപ്രഷൻ ഡിഫറെന്റ് എന്താണ്? ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് സ്ക്രോൾ ചെയ്ത്, ഇപ്പൊ റീൽസ് ആണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയാലും അതില് ജസ്റ്റ് ഒന്ന് കാണുന്നതിന് ആ ഇംപ്രഷനിൽ ഇപ്പൊ 1000 ആളുകളെടുത്ത് എനിക്കറിയില്ല. അതന്നെ നിങ്ങൾ പറഞ്ഞ തന്നെ ശരിയാണ്, പറഞ്ഞോളി. വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്മേൽ എന്തെങ്കിലും ഒരു എൻഗേജഡ് ആയാൽ മാത്രമേ അത് വ്യൂവില് കൺസിഡർ ചെയ്യുള്ളൂ. ആ ഓക്കെ അതിൽ ഓക്കെ. ക്ലിക്ക് ചെയ്യേ അല്ലെങ്കിൽ അത് ഇത്ര സെക്കൻഡ് കാണേ അങ്ങനെയുള്ള രീതിയിൽ തോന്നുക. അതെ അതെ അതന്നെ, വ്യൂ എന്ന് പറഞ്ഞാൽ ഒരാൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വ്യൂ ആവുള്ളൂ. എത്ര ആളുകൾ കണ്ടു എന്നുള്ളതാണ് വ്യൂസ് എന്ന് പറയുന്നത്. ഇംപ്രഷൻ എന്ന് പറയുന്നത് എത്ര ആളുകൾ കണ്ടു എന്നല്ല, എത്ര പ്രാവശ്യം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടാവും. അത് നമ്മൾ പ്ലേ ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ അതൊക്കെ ഇംപ്രഷൻ ആയി. വ്യൂ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിലൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, വ്യൂ ആയി പരിഗണിക്കും. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? അപ്പോ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് ആളുകളെ മാക്സിമം ഇംപ്രഷൻ കൊടുക്കാനും പറ്റും, വ്യൂസ് കൊടുക്കാനും പറ്റും. അത് ഫ്രീക്വൻസി ഗ്യാപ്പ് വെച്ചിട്ട് ഇത്ര സ്പേസിൽ ഇത്ര ദിവസം ഇത്ര പ്രാവശ്യം എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി കൊടുക്കുക. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഞാൻ 10 ഫ്രീക്വൻസി കൊടുത്ത പെർ ഡേയില് ഒരു ദിവസം അയാൾ സ്ക്രോൾ ചെയ്യുമ്പോൾ 10 വട്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മളെ വീഡിയോസ് കാണും. എന്നാലേ വ്യൂല് കൊടുക്കുകയാണെങ്കിലോ, ഇത് രണ്ടും കൂടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കട്ടോ. ഇപ്പോ വ്യൂല് കൊടുക്കുകയാണെങ്കിൽ പെർ ഡേ നമുക്ക് എന്ത് ചെയ്യണം, അയാളെ കൊണ്ട് മിനിമം അപ്പൊ 10 പ്രാവശ്യം അയാൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് കാണും. മിനിമം ഒരു പ്രാവശ്യം അയാൾ എന്ത് ചെയ്യുക, ആഡ് പ്ലേ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ നമുക്കിവിടെ കണ്ടീഷൻ കൊടുക്കാം. അപ്പൊ നമ്മളൊരു ആഡ് ചെയ്യുമ്പോൾ ശരിക്കും അത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം, ഇതിപ്പോ 2 വീക്കാണ്. അപ്പൊ 2 വീക്ക് പെർ ഡേ 1 എന്നുള്ള രൂപത്തിലെങ്കിൽ നമ്മൾ ആളുകളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അവരെ മൈൻഡിൽ ബ്രാൻഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഇത്ര ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരു വട്ടം, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു കൊടുത്തു, അപ്പൊ ഇതിന്റെ ഉദ്ദേശിക്കുന്നത് ഒരു വീഡിയോ കാണുമ്പോ അയാളെ 10 പ്രാവശ്യം കാണിക്കണം എന്നാണ്. അല്ല, 10 പ്രാവശ്യം അയാൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ കാണിക്കും. സ്ക്രോൾ ചെയ്യൂലേ, അല്ലാതെ ഈ ഒരു വീഡിയോ ഒരു വ്യൂവിന് 10 പ്രാവശ്യം കാണിക്കാന്നല്ലേ? ആ അതെ അതെ.
അയാൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു വീഡിയോയിലൊക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മളത് ഇവിടെ ഷോ ചെയ്ത് കാണിക്കാം, പക്ഷെ അയാൾ പ്ലേ ചെയ്യൂല. വ്യൂ എന്ന് പറഞ്ഞാൽ അത് പ്ലേ ആവും, മറ്റേത് ഇങ്ങനെ വന്ന് കാണിക്കുള്ളൂ, പ്ലേ ചെയ്യാൻ വേണ്ടി കാണിക്കുക, ടെൻഡൻസി കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഷെഡ്യൂളാണ്, നമുക്ക് ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ രാവിലെ 12 AM വേണ്ട, നമുക്ക് രാവിലെ എന്ത് ചെയ്യാം, ഒരു 6 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12 AM വരെ അല്ലേ. ഉം, 11:55 PM. മണി 12:45. ഞാൻ രാത്രി 11:45 വരെ കൊടുത്തുട്ടോ. രാവിലെ 6 മുതൽ രാത്രി 11:45 വരെ നമ്മൾ ടൈം സെറ്റ് ചെയ്തു. അടുത്തത് തേർഡ് പാർട്ടി മെഷർമെന്റ് ആണ്. തേർഡ് പാർട്ടി മെഷർമെന്റ് നമുക്കിവിടെ ഓപ്ഷൻ അവൈലബിൾ അല്ല, കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, തേർഡ് പാർട്ടി നെറ്റ്വർക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ട, നമുക്ക് യൂട്യൂബിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓപ്ഷൻ ഇവിടെ ഉണ്ടാവില്ല. ദെൻ ആഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പേര് ഒന്നും കൂടെ ആഡ് ഗ്രൂപ്പിന് പേര് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ അജ്മി വീഡിയോ വ്യൂസ് ആഡ് എന്ന് പേര് കൊടുത്തു. ദെൻ അടുത്തത് ഡെമോഗ്രാഫിക്സ്. ഇവിടെ നമുക്ക് ഫീമെയിൽ ആണോ മെയിൽ ആണോ, അല്ലെങ്കിൽ ജെൻഡർ കൊടുക്കാത്ത ആളുകളാണോ, ഏജ് കാറ്റഗറി, പാരന്റൽ സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് അജ്മി എന്ന് പറഞ്ഞ പുട്ടുപൊടിയാണ്. അപ്പൊ ഈ പുട്ടുപൊടിന്റെ ബ്രാൻഡ് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ലേഡീസിനാണ്, വീട്ടമ്മമാരെയാണ്. അപ്പോ അവരാണ് ടാർഗറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. മറ്റൊന്ന് വരുന്നത് എന്താ, ആളുകളെ മറ്റുള്ള ജെൻസിനെ കാണിക്കാം, പക്ഷെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ലേഡീസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏജ് കാറ്റഗറി മെയിലും ഫീമെയിലും കൊടുക്കാം, അല്ലാതെ കൊടുക്കാം. ഏജ് കാറ്റഗറി 18 to 24. ഇവിടെ പ്രൊഡക്റ്റ് സെല്ലിംഗ് ഇല്ലാത്തതുകൊണ്ട് അവയർനെസ് അല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു 18 മുതൽ എല്ലാവർക്കും കൊടുക്കാം, പാരന്റ് സ്റ്റാറ്റസ് കൊടുക്കാം. ഈ ഹൗസ് ഹോൾഡിംഗ് നമ്മളിവിടെ വർക്ക്ഔട്ട് അല്ല കേട്ടോ, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ദെൻ ഓഡിയൻസ് സെഗ്മെന്റ്. ഓഡിയൻസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുഡാണ്. അപ്പൊ ഫുഡ് എന്ന് കൊടുക്കാം. അപ്പൊ ഇൻ മാർക്കറ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് മീൽസ്, റെസ്റ്റോറന്റ് ആൻഡ് ഡെലിവറി, മദേഴ്സ് ഡൈനിങ്, അതുപോലെ ഡയറി ഒക്കെ, ഫാസ്റ്റ് ഫുഡ്, ഹോം മെയ്ഡ് ഫുഡ് ഇട്ടൊക്കെ. കുക്കിംഗ് ഇൻഫർമേഷൻ, റെസിപ്പി, ടേസ്റ്റ് ഫുഡ്, ഡിന്നർ റെസിപ്പി, കുക്കിംഗ് TV, ഓർഗാനിക് റെസിപ്പി, ഫുഡ് TV കണ്ടന്റ്, ടുഡേ ഷോ റെസിപ്പി, സൗത്തേൺ ഫുഡ് റെസിപ്പി, ഫുഡ് മാഗസീൻസ്, മർത്ത സ്മാർട്ട് പ്രൊഡക്റ്റ് ആൻഡ് മീഡിയ ഉണ്ട്, ഫസ്റ്റ് ഫുഡ് മീൽസ്, റെസ്റ്റോറൻറ്റ് ഡെലിവറി, ടേക്ക് ഔട്ട്, ബാക്ക്ഡ് ഫുഡ്സ്, കുക്കിംഗ് ബേക്കിംഗ്, ഗ്രോസറി ഡെലിവറി, ഗ്രോസറി വാങ്ങുന്ന അവിടെ നമ്മൾ ആഡ് കാണിക്കുക, ഫുഡ് സർവീസ്, എക്യുപ്മെന്റ്, ഗിഫ്റ്റ്, ടിപ്സ്, ഫുഡ് ആൻഡ് ഡൈനിങ്, ഫ്രീക്വൻസി ഈറ്റ്, ലഞ്ച് ഔട്ട്, ഫ്രീക്വന്റ്ലി ഈറ്റ്സ്, ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം, രാത്രി ഡിന്നറിന് വേണമെങ്കിൽ കൊടുക്കാം, ഡിന്നർ ആൻഡ് മീൽസ്, കുക്കിംഗ് എൻസിസ്, 30 minutes ഷെഫ് വീഡിയോസ്, ഫുഡീസ്, കോഫി ഷോപ്പ്, ഫാസ്റ്റ് ഫുഡ് കെറോസ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു അറിയോ, ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാറ്റഗറി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ ഈ ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 18ഓളം ഓഡിയൻസിനെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു ടിക്കറ്റ് ഉള്ള ഓപ്ഷൻ ഉണ്ട്, ഓഡിയൻസ് എക്സ്പാൻഷൻ. ഇത് ടിക്കറ്റ് കൊടുത്താൽ നമ്മൾ ഈ കൊടുത്ത ഓഡിയൻസും ഇതിനോട് സിമിലർ ആയി മറ്റുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ,
അവരെയും കൂടെ കാണിക്കൂട്ടോ. അപ്പൊ നമ്മൾ ടാർഗറ്റിങ് ചെറുതായിട്ട് പാളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. കാരണം ഓട്ടോമാറ്റിക് നമ്മൾ റിലേറ്റ് ചെയ്തൊന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് ഓഡിയൻസിന് ടാർഗറ്റ് ആയിക്കോളും. അപ്പൊ അത് ടിക്കറ്റ് കൊടുക്കുക. അടുത്ത് വരുന്നതാണ് കീവേഡ്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം, നമ്മളെ ഫുഡുമായി റിലേറ്റ് ചെയ്തുള്ള കീവേഡ്സ് വേണം. അപ്പൊ കീവേഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ് ഇവിടെ കൊടുക്കാം. അപ്പൊ അവര് വെബ്സൈറ്റിൽ കൊടുത്ത കീവേഡ് നമുക്ക്, അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, അജ്മി ക്ലിക്ക്, ഇവിടെ ഫുഡ് വെബ്സൈറ്റോട് കൊടുത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് അവരെ വെബ്സൈറ്റിൽ കൊടുത്ത കീവേഡാണ് ഫുഡ് ഇന്ത്യ, ഫുഡ് ഇന്ത്യൻ, പഞ്ചാബി ഫുഡ്, കേരള സെൻസ്, പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി, ചെന്നൈ ഫുഡ്, ഫുഡ് പ്രൊഡക്ട്സ്, പിന്നെ ഫിംഗർ ഫുഡ്, ഫേമസ് ഫുഡ്, ഡീപ്പ് ഫുഡ്, റെഡി ടു ഈറ്റ് ഇന്ത്യ ഫുഡ്, ഫുഡ് പ്രൊഡക്റ്റ് കമ്പനി, സസ്റ്റൈനബിൾ ഫുഡ് പ്രൊഡക്ഷൻ, ലോ പ്രൈസ് ഓർഡർ, നാഷണൽ മസാല, ഹെൽത്തി ഡയറ്റ് ഫുഡ്, ഇന്ത്യ സ്ട്രീറ്റ് ഫുഡ് റെസിപ്പി, സൗത്ത് ഇന്ത്യ ഫുഡ്, ഹെൽത്തി ഡയറ്റ് ഫുഡ്, നാഷണൽ മസാല ഫുഡ്, യൂട്യൂബ്, ലോ പ്രൈസ്. അപ്പൊ ഇതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്ത കീവേഡ്സ് ആട്ടോ. പക്ഷെ അതൊന്നും അത്ര നല്ല കീവേഡ് ആണെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കീവേഡ് എന്ത് ചെയ്യാം, ഇനി നമുക്ക് കൂടുതൽ കീവേഡ് ഉണ്ടെങ്കിൽ ശരിക്കും കീവേഡ് പ്ലാനർ ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ അതിൽ പോയിട്ട് നമ്മളെ ഇവരെ പ്രൊഡക്റ്റുകൾ അടിച്ചു കൊടുക്കുക. ആ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്ത ആളുകൾ അടിക്കുന്ന കീവേഡ്സ് കാണിക്കും. ആ കീവേഡ് ആണ് ശരിക്കും നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഇതിൽ ഉള്ളത് കൊടുക്കുകയാണ്. പഞ്ചാബി ഫുഡ് വേണ്ട, കേരള അല്ലേ, കേരള ഫുഡാക്കി കൊടുക്കുക. ഇപ്പൊ കേരള ഫുഡ്, ഫുഡ് ഇന്ത്യ, പിന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡ്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കീവേഡ്സ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഇവിടെ ആവശ്യമില്ലാത്ത ചൈന, ചെന്നൈ ഫുഡ് വേണ്ട. അപ്പൊ അതിന് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് കീവേഡ് ഇവിടെ കൊടുത്തു. ഇതിന് അടുത്ത ടോപ്പിക്സ്, നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ടോപ്പിക് ശരിക്കും ഫുഡാണ്. അപ്പൊ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ടോപ്പിക് കൊടുത്തു. ഫുഡ് പ്രൊഡക്ട്സ്, പ്രൊഡക്ഷൻസ്, ഫുഡ് ആൻഡ് ഗ്രോസറി ഡെലിവറി, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിൽ കൊടുക്കാം. പിന്നെ കോണ്ടിമെന്റൽ ഡ്രസ്സിങ്, ജെംസ് ജെല്ലി, പ്രിസർവ്, ഹെൽത്തി ഈറ്റിംഗ് കൊടുക്കാം. നോർത്ത് അമേരിക്കൻ കസിന് ഓർഗാനിക് നാച്ചുറൽ ഫുഡിൽ കൊടുക്കാം. ഗാർമെന്റ് സ്പെഷ്യാലിറ്റി ഫുഡ്, സൗത്ത് ഏഷ്യൻ കസിൻസ്, ഐസ്ക്രീം, ഗിഫ്റ്റ്, ഗ്രോസറി ഡെലിവറി സർവീസ്, ബാസ്കറ്റ്, ഫുഡ് സർവീസ്, ഗ്രോസറി റീറ്റെയിലേഴ്സ്, പിന്നെ ഫുഡ് പ്രോസസ്, ഫുഡ് മിക്സ്ചർ, മീറ്റ് സീ ഫുഡ്, സ്നാക്ക്, ഫാസ്റ്റ് ഫുഡ്, കോഷർ ഫുഡ്, ബേബി ഫുഡ്, പെറ്റ് ഫുഡ്. ഞാൻ അവിടെ കുറച്ച് കാറ്റഗറി സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഈ ടോപ്പിക്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ കീവേഡും കാര്യമൊക്കെ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ കേട്ടോ. അടുത്തതാണ് ഇതിന് മെയിൻ മറ്റൊരു ഏരിയ, അതായത് എവിടെയാണ് നമ്മളെ വീഡിയോ കാണേണ്ടത്, വീഡിയോ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കേട്ടോ. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, യൂട്യൂബ് ചാനല്, യൂട്യൂബ് വീഡിയോ, അതുപോലെ തന്നെ ലൈനപ്സ്. ലൈനപ്പ് എന്ന് പറഞ്ഞാല് വെയിറ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആഡ് കാണിക്കാൻ വേണ്ടി ലൈനപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനൽ, അപ്പൊ നമുക്ക് ഏത് യൂട്യൂബ് ചാനൽ വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പൊ ആ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യും, നമ്മളെ വീഡിയോ ആഡ് കാണിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഫുഡിന്റെ ഫുഡ് വ്ളോഗ് ആരൊക്കെയാണ് മലയാളം നോട്ട് കഴിഞ്ഞാല് മലയാളത്തിലുള്ള ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഫിറോസ് ചുട്ടിപ്പാറ, മൂപ്പര് ഫുഡിന്റെ ആളാണ്. ഫിറോസ് ചുട്ടിപ്പാറ. അപ്പൊ ആളുടെ ചാനൽ എന്ത് ചെയ്യാം, നമുക്ക് ലിങ്ക് കോപ്പി എടുക്കുക,
എന്നിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് യൂട്യൂബ് ചാനൽ ഉണ്ടാവും. വില്ലേജ് ഫുഡ് ടിക്കറ്റ് കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു ഫുഡിന്റെ ചാനൽ ഉണ്ടല്ലോ, എന്താണ് ഒരു ലേഡിന്റെ പേരുള്ള ഒരു യൂട്യൂബ് ചാനലില്ലേ ഫുഡിന്റെ? അപ്പോഴേ വേറൊരു എന്താ ഇതല്ല, നിങ്ങള് ഒരു വീഡിയോ, അത് ആഡ് ആട്ടോ, വടന്റെ റെസിപ്പി ഉള്ള വീഡിയോ ആണ് അത്, സ്പോൺസേർഡ് ആണ്, അതൊന്നും ആരും ശ്രദ്ധിക്കൂല. നമ്മളെ ഫുഡ് വ്ളോഗ് കേരള മലയാളം, നമ്മൾ ഒരു ലേഡീസിന്റെ ഒരു ചാനൽ ഏറ്റവും കൂടുതൽ റെസിപ്പി ചെയ്യുന്ന, എന്താണ് പേര് അറിയുന്നത്? ഭയങ്കര ഫേമസ് ആയ ഒരു ഫുഡ് വ്ളോഗർ ഉണ്ടല്ലോ ലേഡീസ്, യൂട്യൂബർ. നമുക്ക് എന്ത് ചെയ്യാ, ഷെഫ് പിള്ള ഉണ്ടല്ലോ, ഷെഫ് പിള്ള. ഷെഫ് പിള്ളേന്റെ ചാനൽ കൊടുക്കട്ടോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2 കൊടുത്തിട്ടുള്ളൂ, നമുക്ക് ഇനി അത്രയും കൊടുക്കാം. അപ്പൊ 2 യൂട്യൂബ് ചാനൽ കൊടുത്തു. എന്തോ ഒരു പേരിലൊരു പെണ്ണുണ്ട്, ഈ ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണണ്ടേ, മില്യണൊക്കെ ഫോളോവർ സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു ചാനലുണ്ട്, എന്താ റെസിപ്പിന്റെ ഫുഡിന്റെ, അതാണ് നമ്മളെ പേര്, എന്തോ റെസിപ്പിയാണ്. എന്താണ് ചാനലിന്റെ പേര്, കിട്ടുന്നില്ല. ഇതിലിപ്പോ നമ്മളൊരു ആഡ് കൊടുക്കുമ്പോ ഇന്ന ആളെ വീഡിയോയില് കാണണം എന്നുള്ളത് കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 2 ചാനൽ സെലക്ട് ചെയ്തു. അപ്പൊ ഷെഫ് പിള്ള അതിന്റെ 2 ഒന്ന് മാറിയെന്ന് ഞാന്. എന്നാ കേട്ടോളി. അപ്പൊ ഇവിടെ ഒന്ന് ഞാൻ കൊടുത്തത് 2 ചാനൽസ് ആണ്. ഹലോ, ഒന്ന് ഷെഫ് പിള്ള, അതുപോലെ വില്ലേജ് ഫുഡ് ക്രാഫ്റ്റിന്റെ, അതായത് ഫിറോസ് കുട്ടിപ്പാറന്റെ ചാനലും ഷെഫ് പിള്ളന്റെ ചാനലും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആളുണ്ടല്ലോ. എങ്ങനെ അതല്ലേ, 1 മില്യണൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫസ്റ്റ് ഫുഡ് ചാനൽ തുടങ്ങിയ ഒരാളുണ്ടായിരുന്നു, ഒരു ലേഡി ഉണ്ടായിരുന്നു. നമ്മളെ ഇവിടെ ഉള്ളതാണ്, പക്ഷെ ഭയങ്കര എന്തോ ഓൺലൈനാണ്, ജിംഷല്ല, ജിംഷ പിന്നെ എല്ലാം ചെയ്യുന്നല്ലേ. വേറെ ഒന്നുണ്ടായിരുന്നു, അതെ, എന്താണ് ഓളതാണ് റെസിപ്പീസിലേ ഭയങ്കര സംഭവം, ഷെമ്മീസ് കിച്ചണോ അങ്ങനെ എന്തോ അല്ലേ. ഷമീസ് കിച്ചൺ ഉണ്ട്. ഷെമ്മീസ്, അതാ ഞാൻ സാമ്പിൾ എടുത്താട്ടോ, കുറെ ചാനലുണ്ട്. 4 മില്യൺ 4-5 മില്യണോളം സബ്സ്ക്രൈബ്സ് ഉള്ള ചാനലാണ്. അപ്പൊ അതടക്കെ ഞാനേ ഷെമ്മീസ് കിച്ചൺ. അപ്പൊ ഞാനേ നോയിക്കോളി, അപ്പൊ ഇവിടെ 2 ചാനൽ സെലക്ട് ചെയ്തു. അപ്പൊ ഫിറോസ് ചുട്ടിപ്പാറ അതുപോലെ ഷെഫ് പിള്ളെ, ഈ 2 ചാനലും നമ്മൾ ആഡ് എന്ത് ചെയ്യും, അവരെ വീഡിയോസിൽ ഏത് വീഡിയോസ് എടുത്താലും ഏത് വീഡിയോസിലും എന്ത് ചെയ്യും, നമ്മൾ മാറി മാറി രണ്ടേത് കൊണ്ടുപോകും ആഡ്. രണ്ടാമത്തെ ഓപ്ഷൻ യൂട്യൂബ് വീഡിയോ എന്നുള്ളതാണ്. നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരാളെ ഒരു വീഡിയോയില്, ചാനലിലല്ല, ശ്രദ്ധിക്കണം, ഒരു വീഡിയോയിൽ ആഡ് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ 18 മണിക്കൂർ മുമ്പ് ഈ ഷെമ്മീസ് കിച്ചൺ ഇട്ട ഒരു വീഡിയോ ആണ് അത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ത് ചെയ്തു, ഞാൻ എടുത്തിട്ട് അതിന്റെ ലിങ്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാല്, സോറി ഇത് മാറി, രണ്ട് ചാനൽ സെലക്ട് ചെയ്തു. അടുത്തത് വീഡിയോ ആണ്, വീഡിയോ. അപ്പൊ വീഡിയോ എന്ത് ചെയ്യണം, വീഡിയോസ് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് വീഡിയോസ് എന്നുള്ളത് ഒരു വീഡിയോന്റെ ലിങ്ക് കൊടുത്തു. അതൊരു വീഡിയോന്റെ ലിങ്കാണ്. അപ്പൊ ആ വീഡിയോ കാണാം, ഇതിപ്പോ ഒരു 18 മണിക്കൂർ ഇപ്പൊ ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ്. ഇപ്പൊ ഈ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മൾ ആഡ് കൊടുക്കും.
അപ്പൊ ഈ വീഡിയോ ഒക്കെ കൊടുക്കണ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഒരു പുതിയ വീഡിയോ ഇറങ്ങി, ഇപ്പൊ കരിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കരിക്കിന്റെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എന്തെങ്കിലും മില്യൺസ് വ്യൂസ് കയറും, ട്രെൻഡിങ് വീഡിയോസ് കയറും, 2 ദിവസം 3 ദിവസം ട്രെൻഡിങ് ഒക്കെ. അപ്പൊ അവരെ ഫിറോസ് ഖാന്റെ വീഡിയോ ഇറങ്ങിയാല്, അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഇവരുടെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കയറി പോകും. അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ വീഡിയോസ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ട്രെൻഡിങ് വീഡിയോസ് സെലക്ട് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാല്, ഇപ്പൊ ഇത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഫോക്കസ്, ഇപ്പൊ അജ്മിന്റെ പുട്ടുപൊടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പുട്ടുണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടാവും, പുട്ടിന്റെ റെസിപ്പി, അതല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ആ ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പി, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും വീഡിയോസ്, ഏതെങ്കിലും സർവീസ് ആണെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് അതിനെ കുറിച്ച് പറയുന്ന വീഡിയോസ്, അങ്ങനത്തെ ട്രെൻഡിങ് വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ ലിങ്ക് കൊണ്ടുവന്ന് കൊടുത്താൽ ആ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആഡ് കാണിക്കും. ഉദാഹരണം പറയാം, ഇപ്പൊ ഫിറോസ് ചുട്ടിപ്പാറന്റെ ഒരു വീഡിയോ എടുക്കാന്ന് കരുതിക്കോളെ. ഇപ്പൊ ഒരു എന്താ പുട്ടുണ്ടാക്കുന്ന, ഇപ്പൊ പുട്ട് റെസിപ്പി മലയാളം കൊടുക്കാട്ടോ, ഞാനൊരു എക്സാമ്പിൾ ആണ്. ഇതിപ്പോ ഒരു പുട്ടുണ്ടാക്കുന്ന, സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്ന 1.2 മില്യൺ വ്യൂസ് വന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ വേറെ പലതെങ്കിലും 4K ഫിറോസ് ഖാൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് നമ്മളെ ഫിറോസ് ഖാന്റെ പുട്ടുണ്ടാക്കേണ്ട, വലിയ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാൻ അതൊരു എക്സാമ്പിൾ ആയിട്ടോ പറയുന്നത്, അജ്മിനെ വെച്ചിട്ട് നിങ്ങളെ ബിസിനസിന്റെ ആ രീതിയിൽ എടുക്കുക. ഇപ്പൊ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാല്, ഇത് ഏറ്റവും വലിയ റെക്കോർഡ് പുട്ടുണ്ടാക്കിയതാണ് ഫിറോസ് ചുട്ടിപ്പാറന്റെ ഇതില്. അപ്പൊ ഇത് പുട്ടുണ്ടാക്കണ ആഡ് ആയതുകൊണ്ട് ഒരു പുട്ട് കുഴച്ചുണ്ടാക്കുന്ന സംഭവം. അതേ സമയത്ത് പുട്ട് പൗഡറിന്റെ ആഡും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കസ്റ്റമറെ സംബന്ധിച്ച് ഒന്നും കൂടെ എൻഗേജ്ഡ് ആവും. കാരണം ഓരോ മൈൻഡിൽ ഓൾറെഡി പുട്ട് എന്നുള്ള വേർഡാണ്. ആ പുട്ട് എന്നെ കുറിച്ച് പറയുന്ന സമയത്ത് പുട്ടിന്റെ ബ്രാൻഡിന്റെ ആഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ എഫക്റ്റീവ് ആവും. സംഭവം മനസ്സിലായോ? നിങ്ങൾ ഏത് പ്രൊഡക്റ്റിനാണോ സർവീസിനാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള വീഡിയോ, അത് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോസിൽ നമ്മുടെ ആഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആണ്. ഒരു അബ്രോഡ് സ്റ്റഡി പഠിക്കുന്നതിനെ കുറിച്ചൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് സംസാരിക്കുമ്പോൾ അയാൾ അബ്രോഡ് സ്റ്റഡിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അവിടെ അബ്രോഡ് സ്റ്റഡിന്റെ ആഡ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആവും. രാഗി പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് റെസിപ്പീസിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് പറയുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതിൽ നമ്മുടെ രാഗിപ്പൂട്ടിന്റെ ക്വാളിറ്റി പറഞ്ഞുള്ള ഒരു അടിപൊളി ആഡ് അതിന്റെ കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അത് കാണുന്ന ആളുകൾ പലരും കരുതും അതൊക്കെ അവരുതാണെന്ന് കരുതുള്ളൂ സ്വാഭാവികമായിട്ട്. അത് ഓൾറെഡി ഇവിടെ ഒരു ഫേമസ് ആയ ഒരാളായിരിക്കും എന്ത് ചെയ്യുക ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവും. അതേ രൂപത്തിൽ ഏതാണെങ്കിലും ഇപ്പൊ നല്ല മൊബൈൽ ഫോണിന്റെ ഗാഡ്ജറ്റ് പറയുന്ന യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും, പല ഗാഡ്ജറ്റും പരിചയപ്പെടുത്തുന്ന. അതിൽ നമ്മൾ ആ സെയിം ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ആ സിമിലർ ടൈപ്പ് ഗാഡ്ജറ്റിനെ നമ്മൾ ആഡ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, എഫക്റ്റീവ് ആവും. അവളെ മൈൻഡ് കയറും. കാരണം അവരെ ആ പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് നോക്കാനും വേണ്ടി കയറുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കേൾക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കസ്റ്റമർ കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വീഡിയോ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കൊടുത്തു, 2 ചാനൽ കൊടുത്തു. പിന്നെ അടുത്തത് വീഡിയോ കണ്ടിന്യൂ അതർ കൺട്രീസ്, കണ്ടന്റ് ഫോർ അതർ കൺട്രീസ്. ഇപ്പൊ നമ്മളെ കൺട്രീസില് നമുക്കിവിടെ പോസിബിൾ അല്ല കേട്ടോ. ഇതൊക്കെ ഇത് വിദേശത്താണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ, നമുക്കിവിടെ ഇല്ല. ഇന്ത്യക്ക് അവൈലബിൾ അല്ല ഈ ഓപ്ഷന്. പുതിയ വന്ന സംഭവമാണ് ലൈനപ്പ് എന്ന് പറഞ്ഞ സംഭവം, വീഡിയോ ലൈനപ്സ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 2 കാറ്റഗറികൾ, ഈ 2 കാറ്റഗറിയും കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഡിസ്പ്ലേ നെറ്റ്വർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് യൂട്യൂബിന്റെ പാർട്ണേഴ്സ് നെറ്റ്വർക്ക് 3 മില്യൺ പാർട്ണേഴ്സ് ഉണ്ട് പറഞ്ഞു, മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഒക്കെ. അപ്പൊ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ആ വെബ്സൈറ്റ് ആ മൊബൈൽ ആപ്ലിക്കേഷനും അതിന്റെ കാറ്റഗറി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, അതിലും കൂടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുഡ് റെസിപ്പീസിനെ കുറിച്ച് പറയുന്ന ഒരു വെബ്സൈറ്റ്, ലക്ഷക്കണക്കിന് ആളുകൾ കയറുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ ലിങ്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, നമ്മളെ ആഡ് വരും. അതുപോലെ ഫുഡ് റെസിപ്പീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇവിടെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആഡ് റൺ ചെയ്യാൻ പറ്റും.
മനസ്സിലായോ? അതുപോലെ മൊബൈൽ ആപ്പ് കാറ്റഗറി എന്ത് ചെയ്യും? ഇതിൽ ഫുഡ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ ഫുഡുമായി റിലേറ്റ് ചെയ്ത എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനും എന്ത് ചെയ്യും? നമ്മൾ ആഡ് റൺ ചെയ്യും. അപ്പൊ വെബ്സൈറ്റ് വെച്ചിട്ടോ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടോ യൂട്യൂബ് ചാനൽ വെച്ചിട്ടോ യൂട്യൂബ് വീഡിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടോ മൊബൈൽ ആപ്ലിക്കേഷന്റെ കാറ്റഗറി ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ? ക്ലിയർ ആണ്. ആ, അത് പോയൊരിത്. ഇനി അടുത്തത് നമ്മള് ക്രിയേറ്റ് യുവർ വീഡിയോ ആഡ്. നമ്മള് വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി അജ്മിന്റെ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അജ്മിന്റെ ഒരു ആഡ് വീഡിയോ സെലക്ട് ചെയ്യാം. അജ്മിയുടെ ഒരു ആഡ് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ പൂ പോലെ മൃദുലമായ പുട്ട്, ഇതാണ് ഇവിടെ ടോപ്പിക്. അപ്പൊ ഈ രൂപത്തിലൊക്കെ ആഡ് വരിക. ഇത് 10 സെക്കൻഡിന്റെ ഒരു ആഡാണ്. 10 സെക്കൻഡ് ഉണ്ട്. ഇതിപ്പോ ഒരു 4-5 സെക്കൻഡ് ആകുമ്പോൾ ഈ സ്കിപ്പ് ബട്ടൺ വരും. ഈ സ്പേസിൽ എത്തി കഴിഞ്ഞാൽ സ്കിപ്പ് ബട്ടൺ വരും. അപ്പൊ സ്കിപ്പ് അടിച്ചിട്ട് എന്ത് ചെയ്യുക? സ്കിപ്പ് അടിച്ചത് പോകും. അല്ലെങ്കിൽ 10 സെക്കൻഡ് വീഡിയോ ആഡ് റൺ ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തത് സെർച്ച് ഫോർ വീഡിയോ പാസ്റ്റ് ദ URL ഫ്രം യൂട്യൂബ്. അതായത് നമുക്ക് കേട്ടോ, നമ്മളെ വീഡിയോ ഈ വെർട്ടിക്കൽ ടൈപ്പിൽ ഷോർട്ട് ടൈപ്പിൽ എന്ത് ചെയ്യുക? ഒക്കെ പ്ലേസ് ചെയ്യുക. അപ്പൊ ഇതേ വീഡിയോനെ നമുക്ക് എന്ത് ചെയ്യുക? ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അജ്മിന്റെ ഫുഡ് റെസിപ്പീസ് മസാലയാണ്. ഫുഡ് ഇപ്പൊ ആ വീഡിയോസിന് കൂടെ തന്നെ എന്ത് ചെയ്തു? ഞാൻ ഷോർട്ട് ടൈപ്പിന് വേണ്ടിയിട്ട് ഒരു ആഡ് ഇട്ടു. കണ്ടോ? അത് ഷോർട്സിൽ എന്ത് ചെയ്യും? ഈ ആഡ് റൺ ചെയ്തോളും. ഇനിയിപ്പോ നമുക്ക് മൾട്ടിപ്പിൾ വീഡിയോ ആഡ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ കൊടുക്കാം. 5 വീഡിയോ വരെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഡിഫറെന്റ് ടൈപ്പിൽ 5 വീഡിയോസ് വരെ കൊടുക്കാം. അപ്പൊ നമുക്ക് ആ 5 വീഡിയോസ് എന്ത് ചെയ്യും? മാറി മാറിയിട്ടൊക്കെ ആഡ് റൺ ചെയ്യുക. സ്വാഭാവികമായിട്ട് ഒരു ഇംപ്രഷൻ കൊടുത്തത് അടുത്ത ആൾക്ക് മറ്റോ വീഡിയോ കയറും. അതുപോലെ നമ്മൾ ഒരു ദിവസം ഒന്നുള്ള രൂപത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അടുത്ത ദിവസം ഇതിൽ മറ്റൊരു വീഡിയോ കാണിക്കുക. അപ്പൊ മാറി മാറി കാണിക്കുമ്പോൾ അയാൾക്ക് ഒരു പുതുമ ഉണ്ടാവും. അപ്പൊ ഒരുപാട് ആഡുകൾ വരുന്ന ഒരു ഫീൽ ആക്കാരം. ഒരേ ആഡ് തന്നെ എന്നും കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഒരേ പ്രൊഡക്റ്റിനെ ബ്രാൻഡിനെ അറിയിക്കുന്ന നല്ല ക്രിയേറ്റീവായ ഡിഫറെന്റ് ടൈപ്പ് ആഡുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഞാൻ ഒരു റീൽസ് കൊടുത്തു ഫുഡ് റിലേറ്റ് ചെയ്തിട്ട്. ഇനി അടുത്തത് ഈ പുട്ടുപൊടിന്റെ തന്നെ മറ്റൊരു ആനിമേഷൻ ടൈപ്പ് ആഡ് കൊടുത്തു. ഇനി അവര് പറയുന്ന വീഡിയോ ടൈപ്പ് ആഡ് മറ്റൊന്നും കൂടെ കൊടുക്കാം. ഇത് പുട്ടിന്റെ മറ്റൊരു ആഡാണ്. നമ്മളുടെ പുട്ടാണ് ഫോക്കസ് ചെയ്യുന്ന പുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4 വീഡിയോസ് കൊടുത്തു. വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുക്കാം. 5 വീഡിയോസ് വരെ എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ആഡ് റൺ ചെയ്യുന്നത്. ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ കാണും. നമ്മൾ ആഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് കാണാനുള്ളത് ഒരു ഓപ്ഷനാണ് ഇവിടെ. പ്രിവ്യൂ ആഡ് ഓൺ യുവർ യൂട്യൂബ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ആഡ് കാണാം ഡെമോ ആയിട്ട്. അതുപോലെ ഇതിന്റെ ലിങ്ക് കോപ്പി എടുക്കാം. ലിങ്ക് കോപ്പി എടുത്ത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് കാണാൻ പറ്റും. പക്ഷെ ചില സമയത്ത് കാണുള്ളൂ കേട്ടോ. ചിലപ്പോ എപ്പോഴും ചില സമയത്ത് കാണാതെ പ്രശ്നം ഉണ്ടാകലുണ്ട്. ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് ആഡിന്റെ. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുമെങ്കിൽ പ്രിവ്യൂ ആഡ്സ് കൊടുത്തത് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് കാണും. ഇങ്ങനെയൊക്കെ കാണാം. കണ്ടോ? കണ്ടോ? 4 സെക്കൻഡ് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? 4 സെക്കൻഡ് കഴിഞ്ഞപ്പോ സ്കിപ്പ് ബട്ടൺ വന്നു. കണ്ടോ? അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു 10 സെക്കൻഡ് എങ്ങാനും കണ്ടിന്യൂ ചെയ്ത് റൺ ചെയ്യും. ഇത് ഡെമോ ആയിട്ട് കാണിക്കണം. ഈ രൂപത്തിലൊക്കെ നമ്മൾ ആഡ് റൺ ചെയ്യാം. ഓക്കെ. അത് അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തോട് കൊടുക്കാനുള്ള ഫൈനൽ URL.
നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ നമ്മളെ ബ്രാൻഡിന്റെ വെബ്സൈറ്റ്, നമ്മളെ വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ എന്ത് ajmi-foods.com എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ്, അജ്മിന്റെ വെബ്സൈറ്റ് കൊടുത്തു. ഇവിടെ പാത്ത് കൊടുക്കാൻ കേട്ടോ. പാത്ത് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇവരെ പ്രൊഡക്റ്റുകൾ പുട്ടുപൊടിന്റെ പാത്ത് ഉണ്ടാവും. അപ്പൊ അജ്മി പുട്ടുപൊടി എന്നുള്ള പാത്ത് എന്ത് ചെയ്യാ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അജ്മി അപ്പുറത്തുണ്ട്, ഇവിടെ പുട്ട് കൊടുത്തു, പൊടി പുറത്ത് കൊടുക്കല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ പുട്ടുപൊടിന്റെ ആഡ് ആയതുകൊണ്ടാണ് ഇവിടെ പുട്ടുപൊടി എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ കാൾ ടു ആക്ഷൻ. കാൾ ടു ആക്ഷൻ നമ്മൾ ആളുകൾക്ക് എന്ത് ബട്ടണാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഹലോ, ഹലോ പറയും. ഞാനേ എന്താ എനിക്ക് പോവാനേ, എങ്ങനെ എങ്ങനെ നിങ്ങള് ഇത് അപ്ലോഡ് ചെയ്തില്ലേ? എനിക്ക് പോവാനായി അറിയാം. പോവാനായോ? ഒറ്റ നിങ്ങള് നാട്ടിൽ ഇത് അപ്ലോഡ് ചെയ്താൽ മതി യൂട്യൂബിലെ. ഇവിടെ ഇത് കഴിഞ്ഞു കൂടെ, ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഇതിന് അപ്ലോഡ് ചെയ്താൽ മതി. ഹെഡ്ലൈനും കാര്യങ്ങളും കൊടുക്കാനുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇറങ്ങിക്കോളൂ. അപ്പൊ ഇവിടെ കാൾ ടു ആക്ഷൻ ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്തത് ചെയ്യും. ഇവിടെ ഞാൻ ഓർഡർ നൗ എന്ന് കൊടുത്തിട്ട കാൾ ടു ആക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും കണ്ടോ, ബട്ടർ ഓർഡർ നൗ അല്ലെങ്കിൽ ഷോപ്പ് നൗ എന്ന് കൊടുക്കുക. ബട്ടൺ നമുക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നാണ്, ഷോപ്പ് നൗ എന്ന് കൊടുത്തു. അതുപോലെ ഹെഡ്ലൈൻസ് കൊടുക്കണം. നമുക്ക് ഹെഡ്ലൈൻസ് ഞാനിവിടെ എന്ത് ചെയ്യണ്ടേ, അജ്മി പുട്ടുപൊടി എന്നുള്ളത് കൊടുക്കാണ്. അജ്മി പുട്ടുപൊടി എന്ന് കൊടുത്തു. പിന്നെ അതുപോലെ സ്റ്റീം പുട്ടുപൊടി, ലോങ് ഹെഡ്ലൈൻ കൊടുക്കണം. ലോങ് ഹെഡ്ലൈന് ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്. കൊടുക്കണം അല്ലേ. ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുത്തു. പിന്നെ ആഡിന് ഒരു നെയിം കൊടുത്തു, അജ്മി വീഡിയോ ആഡ്. ഓക്കെ. പിന്നെ ഓട്ടോ ജനറേറ്റ് യൂസിങ് ദ ചാനൽ ബാനർ. ഇത് ടിക്കറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മുടെ ചാനലിന്റെ ബാനർ സൈസ് ഉണ്ടല്ലോ, ബാനർ സൈസ് ഓട്ടോമാറ്റിക് കയറും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഇമേജ് ചൂസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ ഓട്ടോമാറ്റിക് കൊടുത്താൽ നമ്മൾ ഇതിൽ തന്നെ പോലും എന്ത് ചെയ്തോളും, ബാനറിനുള്ള ഇമേജസ് എടുത്തോളും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ആഡ് ക്രിയേഷനിൽ കൊടുക്കാനുള്ളത്. അപ്പൊ റിലേറ്റഡ് വീഡിയോ കൊടുത്തു, നമുക്ക് വേണ്ട ഡിഫറെന്റ് ടൈപ്പിൽ എന്ത് ചെയ്തു, വീഡിയോസ് കൊടുത്തു. ഷോർട്സിൽ ആൾ ഫോർമാറ്റിലൂടെ കൊടുത്തു, എല്ലാ ഫോർമാറ്റിലും കാണാൻ ടൈപ്പിൽ കേട്ടോ. ഈ രൂപത്തിൽ വരും. ഇപ്പോഴാണ് ഹെഡ്ലൈൻ വരുന്നുണ്ട്, ഷോപ്പിംഗ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലോങ് ഹെഡ്ലൈൻ ഒക്കെ വരും. ഇത് അപ്പൊ പല കാറ്റഗറിയിൽ നമ്മൾ ആഡ് കാണിക്കും. ഓക്കെ. അപ്പൊ അത് കൊടുത്തു. ദെൻ അടുത്തത് ആഡ് ക്രിയേഷൻസിൽ ഇത് ഒന്നാണ് അപ്പൊ നമുക്ക് കയറ്റിയതുള്ളൂ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി പ്രൊഡക്റ്റ്, ഇപ്പൊ പുട്ടുപൊടി ചെയ്തു, ഇതേപോലെ അവരെ മസാല, കറി പൗഡർ, അങ്ങനെ മൾട്ടി പ്രൊഡക്റ്റ് ആഡ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നെക്സ്റ്റ് വീഡിയോ കൊടുക്കാം. അങ്ങനെ ഡിഫറൻസ് ആഡ്സ് സെറ്റ് ചെയ്യാം ഒരു ആഡ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ. അതുപോലെ ബിഡിങ് നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ബിഡിങ് കൊടുക്കാം. അപ്പോൾ അവിടെ വീഡിയോ ആഡ് ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന മിനിമം ഒരു ബിഡിങ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞിട്ട് 0.83 പൈസയാണ് കേട്ടോ CPV, അതായത് കോസ്റ്റ് പെർ വ്യൂ എന്ന് പറയുന്നത് 0.83 പൈസയാണ് വരുന്നത് എന്നുള്ളതാണ് ടാർഗറ്റ് CPV. അപ്പൊ അത് അതാണ് നോർമൽ മാർക്കറ്റ് റേറ്റ്. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. നമുക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കുക. അപ്പൊ ആ റേറ്റിൽ എന്ത് ചെയ്യും, പെർ വ്യൂവിന് നമുക്ക് 83 പൈസ സ്പെൻഡ് ആവും. ദെൻ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്ലീസ് ആഡ് മോർ യൂട്യൂബ് ചാനൽ എന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ചാനൽസ് ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നമ്മളിവിടെ എന്താ പ്ലേസ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുക ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതല്ല നമ്മളിവിടെ പ്ലേസ്മെന്റ് ഒന്നും കൊടുക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും, സീനില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, അവരെടുത്തോളും. ഇത് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ബൾക്കായിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ആകെ രണ്ട് ചാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ വ്യൂസേഴ്സ് കുറവായിരിക്കും.
അപ്പൊ അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് പ്രകാരം 13,000 മുതൽ 53,000 വരെ നമുക്ക് എന്ത് ചെയ്യും, വ്യൂസ് കിട്ടും. നമ്മൾ 2,000 രൂപ 2 ആഴ്ചക്കാണ് കൊടുത്തിട്ടുള്ളത്. 2 ആഴ്ചക്ക് 13,000 മുതൽ 53,000, ആവറേജ് എന്തായാലും ഒരു 10-30,000 25,000 വ്യൂസ് നമുക്ക് എന്തായാലും കിട്ടും. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ 22,000 മുതൽ 1,60,000 വരെ, ഏകദേശം ഒരു 1 lakh ഇംപ്രഷൻ കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 1 lakh ഇംപ്രഷൻ കിട്ടുമ്പോൾ അതിന്റെ 1/4% നമുക്ക് വ്യൂസ് കിട്ടുക എന്നുള്ളതാണ്. 1,00,000 ആളുകൾ നമുക്ക് ഇംപ്രസ് ചെയ്യുമ്പോൾ, 1,00,000 ആളുകൾ നമ്മൾ ജസ്റ്റ് ഷോ ചെയ്യുമ്പോൾ അതിൽ നമ്മളെ വീഡിയോ വ്യൂ ചെയ്യുന്നത് അതിന്റെ 1/4% മാത്രമേ വരുന്നുള്ളൂ എന്നതാണ്. ആവറേജ് CPV, കോസ്റ്റ് പെർ വ്യൂ വരുന്നത് നമുക്ക് 0.04 അല്ലെങ്കിൽ 0.04 പൈസ മുതൽ 0.22 പൈസ വരെയാണ് നമുക്ക് ഒരു വ്യൂ ചെയ്യുന്നതിന്, ഒരു വ്യൂവിന് നമുക്ക് കിട്ടുക, ഒരു യൂസർ വ്യൂ ചെയ്യുന്നതിന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ദെൻ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, ആ ക്യാമ്പയിന് കൺഗ്രാജുലേഷൻ ക്യാമ്പയിൻ റെഡി എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇത് നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഓവർവ്യൂ നടത്താം. വ്യൂ നടത്തിയതിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിവ്യൂവിന് പോകും ക്യാമ്പയിൻ. റിവ്യൂ കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ ക്യാമ്പയിൻ റൺ പോളിസിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് 24 hours വിത്തിൻ 24 hours ക്യാമ്പയിൻ റൺ ചെയ്യും. റൺ ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യം വരും. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വീഡിയോ ആഡ്സ് ചെയ്യേണ്ടത്. വീഡിയോ ആഡ് എന്തായാലും നമുക്ക് നല്ല പ്രധാനപ്പെട്ട ഒരു ആഡാണ്. ഗൂഗിൾ ആഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഡാണ് യൂട്യൂബ് വീഡിയോ ആഡ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യാൻ വരെ ഉപയോഗിക്കുന്നത് ഇപ്പൊ യൂട്യൂബാണ്. യൂട്യൂബ് സ്പെൻഡ് ചെയ്യാത്ത ആളുകൾ വളരെ റയറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ട് യൂട്യൂബിൽ ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഓരോ കാറ്റഗറി വൈസ് ചെയ്യണം എന്നുള്ളത് പഠിക്കാനുണ്ട്. ഇന്നിപ്പോ നമ്മൾ കൊടുത്തിട്ടുണ്ടായത് മാക്സിമം വ്യൂസിനെ കൂട്ടുക എന്നുള്ള യൂട്യൂബ് ആഡ്സ് ആണ്, വീഡിയോ ആഡ്സ് ആണ്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്നോട് പറഞ്ഞു തരണം. ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ആവില്ല. അപ്പൊ ഇഷ്യൂസ് കാണിക്കും റെഡ് കളറിൽ, അത് സോൾവ് ചെയ്തിട്ട് വേണം ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ. ഓക്കെ.